Happy morning, Sadiq bro. Morning. How are you, man? I'm fine. Okay, that's great. So, where are you from? I am from Pallikal Bazaar. Pallikal Bazaar. Why did you join English Bell? I want to improvement in English fluently speaking. Okay. You want to speak English fluently, അല്ലേ? Yes. അപ്പോൾ സാദിഖ് ബ്രോ ആകെ എത്ര ദിവസമായി വന്നിട്ട്? Only 3 days. 3 days ആയിട്ടുള്ളൂ. ഓക്കെ. ഈ 3 days കൊണ്ടിട്ട് എന്ത് തോന്നുന്നു? ഹാപ്പി ആണോ അല്ലെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ചില കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട്. ഓൾറൈറ്റ്. ഞാൻ എന്ത് മലയാളം പറഞ്ഞാലും സിമ്പിൾ ആയിട്ടുള്ള മലയാളം പറയാം. അതിനൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമോ? തീർച്ചയായും. ഓൾറൈറ്റ്. ഫസ്റ്റ് വൺ, ഒരു ഓഫീസിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആട്ടോ. ഒരു സ്റ്റാഫിനോട് പറയാണ് നീ നാളെ വരണം എന്നെങ്ങനെ പറയാം? നിർബന്ധമൊന്നും വേണം, നീ നാളെ വരണം എങ്ങനെ പറയും? You should come tomorrow. That's fantastic. നീ നാളെ നിർബന്ധമായിട്ടും വരണം എന്നാണെങ്കിലോ? You must come tomorrow. Okay. You must come tomorrow. നീ നാളെ നിർബന്ധമായിട്ടും വരണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് എങ്ങനെ പറയാം? എനിക്ക് മീറ്റിംഗ് ഉണ്ട്. I have a meeting. Alright. ഇനി എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പറയാം, ലീവായി. അങ്ങനെയാണെങ്കിൽ തലേന്ന് ലീവായി പിറ്റേന്ന് ചോദിക്കുകയാണ് why didn't you come yesterday എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ പറയും. I had a meeting. Sorry, I had a function yesterday. Okay. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് സിമ്പിൾ ആയിട്ട് സാധനങ്ങളൊക്കെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഓക്കെ. ഇതെങ്ങനെയാണ് വരുന്നത്? ജസ്റ്റ് ഒരു ഗ്രാമർ പഠിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ഐഡിയകളിലൂടെ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ വരുന്നത്? അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓരോ പിക്ചർ കണ്ടിട്ട് അതിനൊരു സംഭവത്തെ ഇന്നതാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു പിക്ചർ നമുക്ക് ഉദാഹരണമായിട്ട് തരുമ്പോൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് കയറുന്നുണ്ട് സംഭവം. പിക്ചറും കൂടി കൂട്ടിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുമ്പോഴാണ് ഒന്നും കൂടി പിന്നോട് സംസാരിക്കുന്ന സമയത്ത് അതിലേക്കാണ് ഒരു ഫോക്കസ് ഇങ്ങനെ പോകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ മസ്റ്റ് പറഞ്ഞ സമയത്ത് എന്തിലേക്കാണ് പോയത്? ഒരു ഹെൽമെറ്റ്, നമ്മൾ എന്തായാലും ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ളൊരു ആ സാധനത്തിലേക്ക് പോയത്. അപ്പോൾ ഷുഡ് പറയുമ്പോഴോ? ടീച്ചർ ചെയ്യണം എന്നുള്ളൊരു ഉപദേശിക്കുന്നത്. ടീച്ചർമാർ പൊതുവേ ചെയ്യണം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പറയാ, ഹാസ് ഒക്കെ പറഞ്ഞ സമയത്ത് എന്തിലേക്കാണ് പോയത്? ഹാസ് പറഞ്ഞ സമയത്ത് ഇപ്പൊ നമ്മളൊരു ഉണ്ട് എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ട് മീനിങ്. അത് എന്തിലേക്കാണ് പോയത്? ഒരു അമ്മ ഉണ്ട് അല്ലെങ്കിൽ അച്ഛനുണ്ട്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലേ ഒരു അമ്മ അതിലേക്കാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴോ നമുക്കൊരു പഴയ സാധനം ഉണ്ടായിരുന്നു, ഒരു എൻ്റെ ഉപ്പുപ്പാക്കൽ ആനുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു ഫേമസ് നോവൽ ഉണ്ട് അല്ലേ, ആ ഒരു സാധനത്തിലേക്ക് പോയി. ഇങ്ങനെയുള്ള തീമുകളിലൂടെ പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സ്പീഡായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റേ നമ്മൾ കേട്ട് പെട്ടെന്ന് മറന്നു പോകാനായിട്ട് കൂടുതലായിട്ട് നമുക്ക് കാര്യത്തിൽ പൊതുവെ ഇംഗ്ലീഷ് പഠിക്കാത്തല്ല, പഠിച്ചിട്ട് ഇത് ഓർമ്മയിൽ നിൽക്കാത്തതാണ് നമ്മൾ കൂടുതൽ പ്രയോഗിക്കുന്നില്ല. ഇവിടെ ആകുമ്പോൾ ഡെയിലി നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് പുതിയ ആളുകളായിട്ട് സംസാരിക്കാൻ ചാൻസുകളുണ്ട്, അവസരങ്ങളുണ്ട്. പുതിയ എല്ലാവരും നമ്മളതായ രീതിയിൽ വരുന്നതായതുകൊണ്ട് ഒരേ വൈബാണ്, എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. എല്ലാവർക്കും ഇംഗ്ലീഷ് വേണം, അതിന്റെ മെയിൻ അല്ലേ. എന്തായാലും നൈസ് ബ്രോ. ജഡ്ജ് ചെയ്യാല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി എന്താണ് നമ്മൾ കളിയാക്കോ അല്ലെങ്കിൽ മറ്റാക്കോ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഒന്നുകൂടി നല്ലതാണ്. ഒരു ഫ്രീ ആണ്, നമുക്ക് ആരോടും എന്തും പറയാൻ പറ്റും. വെരി ഹാപ്പി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ദെൻ.